കല്ലും വെച്ച ചിക്കൻ മുറിക്കുന്നേ. ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അമ്മൂസ് ഇവിടെ ചിക്കൻ നന്നാക്കുന്നത്. ഇതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് വേണം അമ്മൂസിന് ഇതിൽ നിന്ന് 2 കഷ്ണം എടുത്ത് വറക്കാൻ. എന്നിട്ട് വേണം ചോറ് തിന്ന. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ അമ്മൂസിന്റെ പ്ലാൻ. രാവിലെ മെല്ലെ ചായയും കുടിച്ച് അടുത്തുള്ള വീട്ടിലേക്ക് പോകും കളി. പിന്നെ വരുന്നത് നല്ലോണം വിശക്കുമ്പോഴായിരിക്കും. ആദ്യം നോക്കുന്നത് മീനുണ്ടോന്നാണ്. ഇന്ന് കയ്യിൽ കിട്ടിയത് ചിക്കനാണ്. നന്നാക്കി നല്ലപോലെ മസാലയൊക്കെ തേച്ച് ഇതുപോലെ ആക്കി നമ്മളെ കയ്യിൽ തരും. നമ്മളെ പണി വറുത്തു കൊടുക്കലാണ്. ബാക്കിയൊക്കെ അമ്മൂസ് നോക്കിക്കോളും. നമ്മുടെ അമ്മ വീട്ടിൽ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോയിട്ടില്ല. നമ്മളെ അമ്മയ്ക്ക് ചെറിയൊരു തലകറക്കം, അതിന്റെ ചെറിയ റെസ്റ്റിലാണ് നമ്മളെ അമ്മ. ഇല്ലാത്തോണ്ട് അടുക്കളയിൽ നമ്മളെ അമ്മൂസാണ്. ഈ ചെറിയ അടുക്കളയും ഇതിലുള്ള സാധനങ്ങളൊക്കെ അമ്മ പൊന്നുപോലെയാണ് കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് എടുത്ത സാധനങ്ങളൊക്കെ എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വെക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാനും വലിയ ഇഷ്ടമില്ല. നമ്മുടെ അമ്മേനെ പോലൊക്കെ തന്നെയാണ് നമ്മളെ അമ്മൂസ്. വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട്. ഈ പാല് മോരിൽ വയ്ക്കാൻ വേണ്ടി അമ്മ കാച്ചി വെച്ചത്. ഇത് കണ്ടപ്പം പതിവില്ലാത്തൊരു തോന്നലാണ് പാലൊഴിച്ചൊരു ചായ. അതെല്ലാം കൂടി ഇങ്ങനെയായി. കണ്ണു തെറ്റിയപ്പോ തിളച്ചു മറിഞ്ഞു. നമ്മൾ അമ്മൂസ് ഇപ്പം ഇവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് പോയത്. ഇത് കണ്ടാൽ ചിലപ്പോ ആ അടിച്ചു വരുന്ന ചൂലെടുത്തിട്ട് എന്നെ ഓടിക്കും. അതിനു മുന്നേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കും. ഇവിടെ നടക്കുന്നത് ഒന്നും അറിയാണ്ട് ഒരാൾ ഇവിടെ നല്ല ഉറക്കം. രാത്രി മുഴുവനും തെണ്ടാൻ പോകും. പകല് വന്ന് ഇതേപോലെ കിടന്നു. ഇനിയും കിടന്നാൽ ചിലപ്പോ മാമനും മോളും കൂടി അടുക്കള ബാക്കി വെക്കൂലെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതുകൊണ്ട് അമ്മ എണീച്ചു വന്നിട്ടുണ്ട്.